Welcome to the class. ഇന്നത്തെ ടോപ്പിക് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് കണ്ടു. അത് ക്ലാസിക്കൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഐൻസ്റ്റീൻ ക്വാണ്ടം ഹൈപ്പോത്തസിസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തതെന്ന് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ യൂസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ്. നമുക്കറിയാം പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ the radiation is coming in a discrete unit, a packet of energy, and it is called quanta of energy അല്ലേ. അതിന് നമ്മൾ ഫോട്ടോൺ എന്ന് പറഞ്ഞു. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഇനി വരുന്നുണ്ട് എച്ച് ന്യൂ എന്ന് പറയുന്ന ഫോട്ടോൺ. എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജിയാണ് ഫോട്ടോണിനുള്ളത്. ദെൻ അത് ഇലക്ട്രോണിന് ആ എനർജി മുഴുവൻ സപ്ലൈ ചെയ്യാണ്. എങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്നു? വർക്ക് ഫങ്ഷനായിട്ടും പിന്നീട് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലൈറ്റ് ബീം കുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് എ വേവ് സപ്ലൈയിങ് എനർജി ടു എ സബ്സ്റ്റൻസ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. ഇൻസ്റ്റെഡ് ഇറ്റ് ബിഹേവ്സ് ആസ് if it consists of mutually independent energy quanta of magnitude h nu, that is photons. When a photon is incident on a suitable surface, the entire energy of the photon is absorbed by a single electron without any time lag. അത് ഓൾറെഡി പറഞ്ഞതാണ്. എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജി ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ എനർജി ഒരു ഇലക്ട്രോൺ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. അവിടെ ഒരു ടൈം ലാഗും ഇല്ല. ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമ്മൾ കണ്ടതാണ്. എപ്പോഴാണോ ലൈറ്റ് വന്ന് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റലിൽ പതിക്കുന്നത് അപ്പം തന്നെ അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എ പാർട്ട് ഓഫ് ഇറ്റ്സ് എനർജി കോൾഡ് ദ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ φ0 is used to liberate the electron from the metal. അപ്പോൾ φ0 it is equivalent to h nu 0. φ0 is equal to h nu 0. ആ ഒരു മിനിമം എനർജിയുള്ള ആ ഒരു ത്രഷോൾഡ് എനർജിയുള്ള ഫോട്ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ മെറ്റലിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറവാണ് ഫ്രീക്വൻസി, ന്യൂ സീറോയേക്കാളും കുറവാണ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ φ0യേക്കാളും കുറവാണ് എനർജി എങ്കിൽ ഒരിക്കലും മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോണിന് കഴിയില്ല. സോ ഫോട്ടോണിൻ്റെ ഒരു പാർട്ട് എനർജി വർക്ക് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നു. റെസ്റ്റ് ഓഫ് ദി എനർജി ഈസ് യൂസ്ഡ് ഫോർ ഇമ്പാർട്ടിംഗ് കൈനറ്റിക് എനർജി ടു ദി ഇലക്ട്രോൺ. Only those electrons which are given an energy more than work function will leave the surface. Then kinetic energy of the electron എന്താണ്? half mv square. h nu is equal to φ0 plus half mv square. h nu is the energy of the photon and it is transferred to the electron as work function and kinetic energy of the electron, and this equation is called ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആൻഡ് ദി മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മാക്സിമം കൈനറ്റിക് എനർജി കാണാമല്ലോ. എന്തായിരിക്കും? എച്ച് ന്യൂ മൈനസ് φ0. φ0 എന്ന് പറഞ്ഞാൽ മിനിമം എനർജി ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി സർഫസ് ഓഫ് ദി മെറ്റൽ. ആ മിനിമം എനർജി കഴിഞ്ഞ് ബാക്കിയുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ മൈനസ് φ0. If the incident photon of threshold frequency nu 0, then the incident photon of energy s nu 0 is just sufficient to eject the electrons from the surface without imparting it any kinetic energy. ഇപ്പോൾ ഒരു മിനിമം എനർജി എസ് ന്യൂ 0 മാത്രമാണ് ഫോട്ടോണിനുള്ളതെന്ന് വിചാരിക്കുക. എച്ച് ന്യൂ അല്ല, എസ് ന്യൂ 0 മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇലക്ട്രോണിനെ ആ സർഫസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇജക്റ്റ് ചെയ്യും. ബട്ട് വേറെ എനർജി കൊടുക്കാനായിട്ട്, കൈനറ്റിക് എനർജി അതിന് കൊടുക്കാനായിട്ട് വേറെ എനർജി ഇല്ല. എച്ച് ന്യൂ 0 ആണ് ഫോട്ടോണിൻ്റെ എനർജി എങ്കിൽ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ നമുക്ക് എഴുതാം φ0 is equal to h nu 0 where nu 0 is the cut off frequency or threshold frequency. അങ്ങനെയാണെങ്കിൽ വലത്തെ ഇക്വേഷനിൽ എന്ത് എഴുതാൻ പറ്റും? ഹാഫ് എം വി സ്ക്വയർ is equal to h nu minus h nu 0. Instead of φ0 I used h nu 0. Then maximum kinetic energy of the emitted electron is proportional to the frequency of the incident radiation. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടാൽ തന്നെ അറിയാം ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. അതായത് എച്ച് ന്യൂ കോമൺ ആയിട്ട് എടുക്കുക, എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. സോ ന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും?
ഒക്കെ എനർജിയും അതിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണല്ലോ ഈ ഇക്വേഷൻ അനുസരിച്ച്. സോ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സോ ആൻഡ് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ഇ വി സീറോ. അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ സപ്ലൈ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. കാരണം അത് വരുന്ന, അതായത് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റലിൽ നിന്ന് ഇലക്ട്രോണ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അതിനൊരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്, ദെൻ അതിനൊരു മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ട്. ആ എനർജിയെ എന്താണ് ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി അവിടെ കൊടുത്താൽ മാത്രമേ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആ പൊട്ടൻഷ്യലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലായിരുന്നു ഇ വി സീറോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്, അതിന് സപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലായിരുന്നു വി സീറോ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഇ വി സീറോ. വി സീറോ ഇസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വി സീറോ. സോ ഈ വി സീറോ എങ്ങനെ എഴുതാം? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിലത്തെ ഇക്വേഷൻ അനുസരിച്ച് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ആൻഡ് വി ഓൾറെഡി സോ ദാറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ലീനിയർലി റിലേറ്റഡ് ടു ദി frequency. So this was the graph for that. So that's all about today's class.